ഇന്ന് എൻ്റെ കൂടെ കഴിഞ്ഞ 5 വർഷം ഉമ്മത്തൂർ 5-ാം വാർഡിന്റെ മെമ്പറായിരുന്ന മുഹമ്മദ് അലിയാണ് ഇന്നത്തെ പോഡ്കാസ്റ്റിലുള്ളത്. ഞാൻ ഇതിൽ വളരെ അഭിമാനത്തോടു കൂടി പറയുകയാണ്, ഒരു വാർഡ് മെമ്പർ 5 വർഷം പൂർത്തിയാക്കി. 5 വർഷം പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹം കോൺഫിഡൻസോടുകൂടി അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഒരു പോഡ്കാസ്റ്റിന് വന്ന് ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അത് അദ്ദേഹം 5 വർഷം ചെയ്ത പ്രവർത്തനം അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ്. ചെയ്ത പ്രവർത്തനത്തിൽ അദ്ദേഹം കോൺഫിഡൻസോടുകൂടി ആണ് അദ്ദേഹം വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനത്തെ ജനപ്രതിനിധികളാണ് നമുക്ക് വേണ്ടത്. തീർച്ചയായിട്ടും സ്വാഗതം മുഹമ്മദ് അലി. നിങ്ങൾ ഉമ്മത്തൂരുകാരനാണ്, ഒക്കെ അറിയാം. നിങ്ങൾ എന്താ ഇപ്പോൾ നിങ്ങളുടെ ജോലി കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ ചോദിക്കുന്നത് ഡയറക്ടറാണ് നിങ്ങളോട് ചോദിക്കുക. നിങ്ങൾ 5 വർഷം ഇപ്പോൾ മെമ്പർ സ്ഥാനം കോടൂർ പഞ്ചായത്തിൽ 5-ാം വാർഡിന്റെ പ്രതിനിധിയായിട്ട് നിങ്ങൾ നിന്നു. ഈ 5 വർഷം പൂർത്തിയായപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഈ 5 വർഷം പൂർത്തിയായ സമയത്ത് എനിക്ക് പറയാനുള്ളത്, ഞാൻ മെമ്പറായിട്ട് 2020 സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് ഞാൻ അന്ന് പറഞ്ഞൊരു വാക്കായിരുന്നു, എന്നാൽ കഴിയുന്ന എല്ലാവിധ സഹകരണവും എൻ്റെ നാട്ടുകാർക്ക് ഉണ്ടാകുമെന്നുള്ളത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അന്നൊരു വലിയൊരു വാക്കായിരുന്നു. ആ വാക്ക് നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. സാധാരണ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഉണ്ടായിട്ടൊന്നുമല്ല, പലരെ കുറിച്ചും പല ആരോപണങ്ങളും ഉണ്ടാകുന്നു. ഇപ്പോൾ 5 വർഷം പൂർത്തിയായപ്പോൾ കോടൂർ പഞ്ചായത്തിൽ ഒരു അഴിമതിയോ സ്വജനപക്ഷപാതമോ ഒന്നും കേൾക്കാത്ത ഒരു മെമ്പറാണ് നിങ്ങൾ. എന്താ അപ്പോൾ അങ്ങനെ ഒരു ഇത് ചെയ്യാൻ അങ്ങനെ വല്ല സംഭവങ്ങളുണ്ടോ? അതല്ലെങ്കിൽ അതിൽ പറയുന്ന എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നതാണോ? എന്താണ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒരു പൊതുപ്രവർത്തകന് എങ്ങനെ ആയിരിക്കണം എന്നുള്ള ബോധ്യം നല്ല തരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് അത് അങ്ങനെ ഒരു ആരോപണം എതിരാളികൾക്ക് പോലും ഉന്നയിക്കാൻ കഴിയില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. അതോടൊപ്പം ഞങ്ങൾ ഈ പ്രാവശ്യം ഇലക്ഷൻ നേരിടുന്ന സമയത്ത് നമ്മൾ വാർഡിൽ തന്നെ ഒരു ക്യാപ്ഷൻ വെച്ചിട്ടുള്ളത് വിവേചനമില്ലാത്ത വികസനത്തിൽ നിന്നാണ്. അതായത് എന്നെ സംബന്ധിച്ച് ഒരു 3 പ്രദേശങ്ങൾ, 3 അങ്ങാടികളാണ് എൻ്റെ വാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ഉമ്മത്തൂര്, മറ്റൊന്ന് സ്കൂൾ പറമ്പ്, മറ്റൊന്ന് പെരുവമണ്ണ. ഈ 3 പ്രദേശങ്ങളിലും തുല്യമായ രീതിയിൽ എന്ന് പറയുന്ന തരത്തിൽ അതല്ലെങ്കിൽ അവിടേക്കൊക്കെ ആവശ്യമായ വികസനങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വളരെയധികം സന്തോഷം ഉണ്ട്. ഓക്കെ, മറ്റൊരു പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്, പക്ഷെ നിങ്ങളെക്കുറിച്ച് കേൾക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. നിങ്ങളെക്കുറിച്ച് പറയുന്ന ഏക ആരോപണം എതിർ പാർട്ടിക്കാരും എല്ലാവരും ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ ആയുധാക്കി വെച്ചിരിക്കുന്നത് അവിടുത്തെ റോഡിൻ്റെ വിഷയമാണ്. എന്താണ് അതിനെക്കുറിച്ച് നിങ്ങളോടൊരു കാര്യമില്ല? അവർ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? നിങ്ങളുടെ ഒരു വർഷം എന്താണ് അതിന്? ഇത് സംബന്ധിച്ച് കുറച്ചധികം വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. എന്തെങ്കിലും അത് കാര്യങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും. അതായത് നമുക്കറിയാം, ഒരു 60-70 വർഷം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു ജലജീവൻ പദ്ധതി എന്ന് ഇന്ത്യയിൽ ഒട്ടുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം, എല്ലാവർക്കും ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുക എന്നുള്ള ഒരു പ്രൊജക്റ്റ്. അതിൻ്റെ ഭാഗമായി തന്നെ കോടൂർ പഞ്ചായത്തിൽ ഏകദേശം 66 കോടിയോളം രൂപ മുതൽ മുടക്കിലാണ് ജലജീവൻ പദ്ധതിയുടെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ആദ്യമായിട്ട് പൈപ്പ് ലൈൻ ഇടുന്നത് കോടൂർ ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിലും 6-ാം വാർഡ് പെരുങ്കോട്ടപുരത്തുമായി. അങ്ങനെ അത് നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് റോഡുകളൊക്കെ കംപ്ലൈൻ്റ് ആവാൻ തുടങ്ങിയത്. അതിൽ നമ്മൾ ആദ്യം തന്നെ പെരുങ്ങോട്ടുപുരം ഉമ്മത്തൂരിൽ നിന്ന് പെരുങ്ങോട്ടം ഭാഗത്തേക്ക് പോകുന്ന റോഡ് നമ്മൾ ജില്ലാ പഞ്ചായത്തിൻ്റെ 50 ലക്ഷം രൂപ വെച്ചിട്ട് നമ്മൾ അവർ വർക്ക് കഴിഞ്ഞ് ഏകദേശം ഒരു 2 വർഷം 1.5 വർഷത്തിന് ശേഷം നമ്മൾ ദാവ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഒരു ആരോപണമായിട്ട് ഉന്നയിക്കുന്നത് പിന്നെ ചോലക്കൽ ഉമ്മത്തൂർ റോഡ് സംബന്ധിച്ചാണ്. അതിൻ്റെ യാഥാർത്ഥ്യം, ഞങ്ങൾ 2024-25 വാർഷിക പദ്ധതിയിൽ ഒരു 5 ലക്ഷം രൂപ
ചോലക്കൽ റോഡിന് മൂന്നത്തൂർ റോഡിന് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഫണ്ട് വകയിരുത്തിയിരുന്നു. അത് നമ്മൾ ഉദ്ദേശിച്ചതും നമ്മൾ ജലജീവനുമായിട്ടുള്ള ഒരു കരാറ് ആയിട്ട് നടക്കുന്നതെന്ന് വെച്ചാൽ അവർ കട്ട് ചെയ്ത ഏകദേശം ഒരു മീറ്റർ 1.5 മീറ്റർ ഭാഗമുണ്ട്. ആ ഭാഗം അവർ ധാർ ചെയ്തു തരുന്നതാണ് അവരുമായിട്ടുള്ള കോൺട്രാക്ട്. അതായത് അവർ പിന്നെ കോൺക്രീറ്റ് കട്ട് ചെയ്ത ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്യും, അല്ല ധാറുകൾ കട്ട് ചെയ്ത ഭാഗങ്ങൾ ധാറിന് ചെയ്യുന്നുള്ളതാണ് അവരുമായിട്ടുള്ള അഗ്രിമെന്റ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്ത ഭാഗങ്ങൾ കട്ട് ചെയ്യുന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ 5 ലക്ഷം രൂപ വകയെത്തിയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ റിട്ടയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് വെച്ചിരിക്കും. അങ്ങനെ ഈ വാർഷിക പദ്ധതിയുടെ അവസാനത്തിൽ അവരുമായി സംസാരിച്ചപ്പോൾ അവർ ആ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ് ചെയ്തത്. കാരണം അവർക്ക് അവരുടേതായ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇതുവരെ ഈ കഴിഞ്ഞ ഒരു 10 ദിവസം മുന്നേ വരെ ഞാൻ ഈ കോൺട്രാക്ടർമാരുമായിട്ടൊക്കെ നമ്മൾ നിരന്തരം അവരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നത്. അവരുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞു ഇതുവരെ 8 കോടി രൂപയിലധികം പഞ്ചായത്തിൽ നിന്ന് വർക്കെടുത്തതിൽ മാത്രം സ്റ്റേറ്റ് സർക്കാരുമായിട്ടും കേന്ദ്ര സർക്കാരുമായിട്ടും കൊടുക്കാനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെയധികം സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഘട്ടത്തിലാണ് നമ്മൾ 2025-26 വാർഷിക പദ്ധതി അത് മുന്നോട്ട് പോകാൻ കഴിയില്ലാന്ന് തോന്നുന്ന സമയത്താണ് നമ്മൾ 2025-26 വാർഷിക പദ്ധതിയിൽ നമ്മൾ 11 ലക്ഷം രൂപ നമ്മളൊരു എസ്റ്റിമേറ്റ് ഇട്ടിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ടെൻഡർ നമ്മൾ ഇട്ടത്. അങ്ങനെ അവരെല്ലാത്തിനും നമുക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി അതിന്റെ പേപ്പർ വർക്കുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ ടെൻഡർ ഇട്ട് അത് എനിക്ക് തോന്നുന്നത് ഏപ്രിൽ മാസത്തിൽ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് നമ്മൾ വർക്ക് ടെൻഡർ കഴിഞ്ഞ് ഈ അഗ്രിമെന്റ് വെച്ച് സൈറ്റ് ഹാൻഡ് ഓവറൊക്കെ ചെയ്ത് കോൺട്രാക്ടറുമായി ഒപ്പുവെച്ച്. നിർഭാഗ്യവശാൽ ഇപ്പോഴും കാലവർഷം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാലവർഷം തുറന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് എങ്ങനെ ധാർ ചെയ്യാനേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. പക്ഷെ അതിന് അപ്രൂവൽ തരേണ്ട ആളുകൾ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളാണ്. അപ്പൊ അവർക്ക് അവരുടേതായ ന്യായങ്ങളാണ്. കാരണം മഴ ആകുമ്പോൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ നിൽക്കുന്നത്. അവർ ബുദ്ധിമുട്ട് മാത്രമേ സത്യത്തിലുള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മാർച്ച് മാസത്തിന് മുന്നായിട്ട് മാർച്ച് മാസത്തിൽ അവസാനത്തോടു കൂടിയെങ്കിലും അതിന്റെ വർക്ക് കോൺട്രാക്ട് പൂർത്തീകരിച്ചിരിക്കുന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതെന്റെ വിശ്വാസം കൂടിയാണ്. മറ്റൊന്ന് ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതില് വാർഡ് മെമ്പറെ കുറിച്ച് പല ദുരാരോപണങ്ങളും പറയുന്നതിനുള്ള കുത്തുവാക്കുകളൊക്കെ കേൾക്കുന്നത് ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് അതിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അത് എതിരാളികള് അവരുടെ ആശയങ്ങൾ എന്തൊക്കെ വെച്ചിട്ട് പലതും സംസാരിക്കും. സത്യത്തിൽ അതിനൊന്നും നമുക്ക് മറുപടി പറയേണ്ടതായിട്ടില്ല. മറുപടി പറയേണ്ട കാര്യങ്ങളിൽ കൃത്യമായിട്ട് നമ്മൾ മറുപടി അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ഇതിലാണ് ഇപ്പൊ നമ്മൾ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പില് ജയപരാജയം കുറിച്ച് നിങ്ങൾ വിശകലനം ചെയ്തിരുന്നോ? ആര് ജയിക്കുമെന്നാണ് നിങ്ങളുടേത്? തീർച്ചയായിട്ടും ഞാൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വിശകലനം നടത്തിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ജനം എല്ലാം വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം 2015-20 കാലഘട്ടവും 2020-25 കാലഘട്ടവും ജനം വിലയിരുത്തിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് ജനം എല്ലാം നോക്കിക്കാണുന്നവരാണ്. ആ നിലയ്ക്ക് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇനിയും എൻ്റെ വാർഡിൽ UDF-ന് തുടർച്ച ഉണ്ടാവും. ആബിദ വിജയിക്കുന്നുള്ള പൂർണ്ണമായ വിശ്വാസം ഉണ്ട്. 5 വർഷം കഴിഞ്ഞ് ജനസേവനം അങ്ങനെ വേണ്ട, 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഈ മെമ്പർ സേവനം അവസാനിപ്പിക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? എന്നെ സംബന്ധിച്ച് പൊതുവെ നമ്മൾ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സേവന മേഖല ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവരാണ് പൊതുപ്രവർത്തകർ. കാരണം എന്തൊക്കെ സേവനം ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ അതിലൊക്കെ താല്പര്യത്തോടു കൂടി സമീപിക്കുന്ന ആളുകളാണ് പൊതുപ്രവർത്തകർ പറയുന്നത്. അപ്പോൾ ആ നിലക്ക് ഈ കഴിഞ്ഞ 5 വർഷം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയതാണ്. കാരണം പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി എന്ന നിലക്ക് വരുമ്പോൾ പഞ്ചായത്തിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഇതിലൊക്കെ അപ്പോൾ അതൊക്കെ ഏറ്റവും കൃത്യമായിട്ട് മാക്സിമം നല്ല നിലയിൽ ചെയ്യാൻ കഴിഞ്ഞ ആ ഒരു കോൺഫിഡൻസ് ആണ് എനിക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയും പൊതുപ്രവർത്തകന്മാരിൽ തന്നെ
മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, മറ്റൊരു ചോദ്യം എന്താ, ഇപ്പോൾ നിങ്ങളുടെ പ്രദേശത്ത് ഇപ്പോൾ കഴിഞ്ഞ വർഷം 10 വർഷമായിട്ട് 9.5 വർഷമായിട്ട് ഇടതുപക്ഷം ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സമുന്നതനായ നേതാവ് അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കുന്ന നേതാവുകളൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്ന നേതാക്കളൊക്കെ നിങ്ങളുടെ പ്രദേശത്തുണ്ട്. ഇപ്പോൾ ഈ 9.5 വർഷം കൊണ്ട് അവരുടെ ഭരണം കൊണ്ട് അത് ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കുന്ന ആളുടെ പവർ കൊണ്ട് ഉമ്മത്തൊരു ഭാഗത്തേക്ക് എന്തെങ്കിലും വികസനം 9.5 വർഷത്തിനുള്ളിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇടതുപക്ഷം കൊണ്ടുവന്നിട്ടുണ്ടോ? കാര്യമായ വികസന പ്രവർത്തനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്ന വേറൊരു കാര്യമുണ്ട്. കാരണം ഒരു പഞ്ചായത്ത് എന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് വരുമ്പോൾ 14 UDF മെമ്പർമാരുണ്ട്, 5 LDF മെമ്പർമാരുണ്ട്. സ്വാഭാവികമായിട്ടും നാട്ടിലെ വികസനങ്ങൾക്ക് പല തരത്തിലെ ഇടപെടലുകളൊക്കെ വേണ്ടി വരും. ഞാൻ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് കോടൂർ പഞ്ചായത്തിൽ നമ്മുടെ ഈ 14 മെമ്പർമാരിൽ പല മെമ്പർമാരും ഫണ്ടുകൾ, പല വിധത്തിലുള്ള ഫണ്ടുകൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇടതുവശത്തിന് ഒരു മെമ്പർക്കും ഒരു ഫണ്ടും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുള്ളൊരു നേതൃത്വം പോലും സത്യത്തിൽ കോടൂർ പഞ്ചായത്തിന് ഇടതുവശത്തിന് ഇല്ല എന്നുള്ളൊരു ഇത് അവരെത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പോലും എനിക്കറിയില്ല. കാരണം എന്നെ സംബന്ധിച്ച് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഒരു കുളിക്കടവ് നമ്മൾ പഞ്ചായത്തിൻ്റെ ഫണ്ടൊന്നുമില്ല, നമ്മൾ തിരുവനന്തപുരം MLA മുഖാന്തരം ബന്ധപ്പെട്ടിട്ട് നമ്മൾ ആ ഫണ്ട് വാങ്ങിയെടുത്തത്. അതുപോലെ ഉമ്മത്തൂർ കേക്കത്തൊടി റോഡ് സൈഡ് ഭിത്തി പൊളിഞ്ഞ സമയത്ത് അതിന് ഏകദേശം ഒരു 19 ലക്ഷം ഒന്നാം ഘട്ടത്തിലും ഒരു 1.5 ലക്ഷം രണ്ടാം ഘട്ടത്തിലായിട്ട് 20 ലക്ഷം രൂപയും നമ്മൾ പുറത്ത് നമ്മൾ പഞ്ചായത്തിൻ്റെ ജില്ലാ പഞ്ചായത്തുമായി ഒന്നും ബന്ധപ്പെടാത്ത ഫണ്ടുകൾ നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. സത്യത്തിൽ ബാക്കിയുള്ള ഇടതുപക്ഷത്തിൻ്റെ മെമ്പർമാർക്ക് ഒന്നും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതിന് അവരുടെ നേതൃത്വം താല്പര്യം കൊടുത്തിട്ടില്ല എന്ന് എന്നെ ആശ്ചര്യപ്പെടുത്തുന്നുണ്ട്. കാരണം നമ്മളൊരു ഭരണസമിതിയുടെ ഭരണത്തിന് സംവിധാനം ഉണ്ടാകുമ്പോൾ നമ്മൾ നാടിന് അത് എവിടെ ആയിക്കോട്ടെ, കാരണം ഒരു റോഡാണെങ്കിലും എന്താണെങ്കിലും അത് പൊതുസമൂഹത്തിന് ഉപയോഗിക്കാനുള്ളത്, അങ്ങനെയുള്ള അതിൻ്റെ ഒരു ഇത് വരുന്നത്. അല്ലാതെ ഇന്ന പാർട്ടിക്കാരന് ഞാൻ എന്നിവർക്ക് അങ്ങനത്തെ സംവിധാനം ഇല്ലല്ലോ. അപ്പം ആ നിലക്ക് നോക്കുമ്പോൾ സത്യത്തിൽ കോടൂർ പഞ്ചായത്തിലെ ഇടതുപക്ഷം പൂർണ്ണ പരാജയമാണ്. അതിന് വല്ലാത്തൊരു ഇടയ്ക്ക് ഞാൻ ചിന്തിക്കുന്നുണ്ട്, നമ്മൾ പറയുമ്പോഴുണ്ട്. കാരണം നമ്മൾ പറയാം, മറ്റേ ചാപ്പനങ്ങാട് ഭാഗത്ത് ഒരു 50 ലക്ഷം രൂപ നമ്മൾ ശരവാസ നമ്പറൊക്കെ ഇടപെട്ടിട്ട് വീട് നമ്മൾ ഫണ്ട് വാങ്ങി കൊണ്ടുവന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ദയനീയമാണ് ഇടതുപക്ഷം എന്നുള്ളതാണ് കോടൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച്. എൻ്റെ നാട്ടിനെ സംബന്ധിച്ചും അത് തന്നെയാണ് ഒരു വിലയിരുത്തലുള്ളത്. അപ്പോൾ ശരിക്കും ഇടതുപക്ഷം ഈ ഭരണ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും അവർക്കൊരു എക്സ്ട്രാ ഫണ്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. തീർച്ചയാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ റോഡിൻ്റെ ഇഷ്യൂ ശരിക്കും ഇപ്പോൾ ഭരണം സ്റ്റേറ്റ് ഭരണം അവരെ കയ്യിലാവുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് അവരെ എന്നാണ്. പക്ഷെ അവർ പോലും അത് ശരിയാക്കി അവരെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ചെയ്തത്. അത് രാഷ്ട്രീയ ആയുധമാക്കി, പക്ഷെ അവർ ഒരിക്കലും അത് ശരിയാക്കാൻ നോക്കിയില്ല എന്നുള്ളതാണ്. അത് ശരിക്കും ഒരു നിരാശാജനകമായി. കാരണം ഒരു രാഷ്ട്രീയ പ്രവർത്തകന്, പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വഴി, റോഡ് ശരിയാക്കാൻ. അപ്പം അത് അവർക്ക് ശരിയാക്കാൻ പറ്റുന്ന കാര്യം അത് രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിച്ചു എന്നാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞു. PWD എക്സ്ട്രാ ഫണ്ട് കൊണ്ടുവരാൻ സാധിക്കും. ഇതൊന്നും ഇടതുപക്ഷത്തിന്റെ 9 വർഷത്തേക്ക് ഒരുപാട് രാജ്യസഭ MP അവർക്കുണ്ടാവും, അതൊന്നും അവർ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്നാണ്. അത് തീർച്ചയായിട്ടും അപ്പൊ അങ്ങനത്തെ ഒരു ടീമിനെ ഭരണം ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ സ്വന്തം അധികാരം ഉണ്ടായിട്ട് പോലും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് അത് വളരെ നിരാശാജനകമാണ്. ഏറ്റവും നിരാശ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം, അത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ ആ സമയത്ത് മാത്രം, അത് കഴിഞ്ഞിട്ട് നാട്ടുകാർക്ക് വേണ്ടിയായിരിക്കണം. പക്ഷെ അവർ ഈ വികസനത്തിൽ പോലും രാഷ്ട്രീയം കാണുന്നു എന്നാണ് നിങ്ങളുടെ ഇതിൽ എനിക്ക് രാഷ്ട്രീയം കാണുന്നതിന് ഉത്തരവാദിത്വം പോലും ഇല്ല എന്നുള്ളതാണ് നമ്മളതിന്. സത്യത്തിൽ ജനങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് എന്നുള്ള സംഭവം ഇല്ല എന്നുള്ളതാണ്. വെറും താൽക്കാലിക പൊളിറ്റിക്സുമായിട്ട് മുന്നോട്ട് പോകുന്നതും എന്നുള്ളൊരു. ഇപ്പൊ 5 വർഷം, ഈ 5 വർഷത്തിനിടയിൽ നിങ്ങൾ 5 വർഷം പൂർത്തിയാക്കി. ഈ 5 വർഷത്തിന് ഇടയിൽ നിങ്ങൾ നടത്തിയ പ്രധാന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? എത്ര രൂപയുടെ ഫണ്ട്
നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഉണ്ടായ സാധ്യതകൾ എന്തൊക്കെയാണ്? കാരണം ജില്ലാ പഞ്ചായത്ത് ഉണ്ടാവും, ബ്ലോക്ക് ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് 5 വർഷം കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഓർമ്മയിൽ വരുന്നു എന്ന് പറഞ്ഞത്. പലതായ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 2,60,00,000 മുകളിൽ സംഖ്യയുടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ചില പദ്ധതികൾ എഗ്രിമെൻ്റ് കഴിഞ്ഞ വർക്കുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വർക്ക് ഓർഡർ കഴിഞ്ഞ വർക്കുകളാണ് എല്ലാം ഉള്ളത്. അത് ഫസ്റ്റ് ഘട്ടത്തിൽ തന്നെ നമുക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഒരു 50 ലക്ഷം രൂപ നേടിയെടുത്തിട്ടാണ് നമ്മൾ ഉമ്മത്തൂരിൽ നിന്ന് പെരുങ്ങോട്ടൂർ ഭാഗത്തേക്കുള്ള റോഡ് റീടാറിങ് നടത്തിയത്. അതുപോലെ ചാഞ്ഞാൽ മുണ്ടക്കോട് റോഡിന് നമുക്ക് 30 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തും 15 ലക്ഷം രൂപ പഞ്ചായത്തിൽ നിന്നും വകയിരുത്തി 45 ലക്ഷം രൂപയുടെ വർക്ക് ഓർഡർ വരെ നമുക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട്. അതുവരെ എന്തെങ്കിലും സംവിധാനങ്ങൾ എത്തിയിട്ടുണ്ട്, പേപ്പർ വർക്കുകളൊക്കെ. പിന്നീട് നമ്മൾ ചാഞ്ഞാൽ മുണ്ടക്കോട് റോഡിനൊക്കെ 30 ലക്ഷം രൂപ MLA 1000 കോടി പദ്ധതിയിൽ നിന്ന് വകയിരുത്തി തന്നിട്ടും അതിൻ്റെ 2 സൈഡ് ഏകദേശം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഏറ്റവും സന്തോഷം പരവുമെന്ന തൂക്കുപാലത്തിൻ്റെ ഒരു മെയിൻ്റനൻസ് വർക്കായിരുന്നു. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഞാനന്ന് ആ പ്രദേശത്തിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മളന്ന് കൊടുത്ത വാക്കായിരുന്നു തൂക്കുപാലത്തിന് മെയിൻ്റനൻസ് നടത്തുന്നത്. അതിന് ഒരുപാട് കടമ്പകൾ കടന്നിട്ടുണ്ട്. കാരണം അന്ന് മുതൽ ജയിച്ച ആ സമയം മുതൽ പല വാർഡുകളിൽ മുട്ടിയിട്ടുണ്ട്. കാരണം ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു അപകടം വന്നാൽ എല്ലാവരും പാട് നേരിട്ട് വരിക, വാർഡ് മെമ്പറുടെ അടുത്തേക്ക് ആവശ്യങ്ങളൊക്കെ വരിക. അപ്പം അവർക്ക് അതൊരു ഇടപെടൽ വളരെ അത്യാവശ്യമുള്ള സംഗതിയാണ്. അതിൽ പലവിധ ഫണ്ടുകളെ കുറിച്ച് അന്വേഷിച്ച് ഈ വർക്ക് ആര് ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ളത്, ഇതിനാര് ടെൻഡർ, പിന്നെ ഈ വർക്കിന് എസ്റ്റിമേറ്റ് ആരിടുന്നുള്ള ഒരുപാട് കടമ്പകൾ അതിലുണ്ടായിരുന്നു. അതൊന്നും നമ്മളൊരു പുതിയ വരുന്ന മെമ്പറെ സംബന്ധിച്ചിടത്തോളം അറിയാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ തേടി പിടിച്ചിട്ട് നമുക്ക് 20 ലക്ഷം രൂപ 20,10,000 രൂപ തീയാങ്കട തൂക്കുപാലത്തിന് പേരിച്ച് വെച്ചു. അതോടൊപ്പം പെരുങ്ങോട്ടോടെ തൂക്കുപാലത്തിന് 40,10,000 രൂപ അത് നമ്മൾ വെക്കാൻ സാധിച്ചു. അതിൻ്റെ വർക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും സന്തോഷമുള്ളൊരു പദ്ധതിയാണ്. കാരണം നമ്മൾ അന്ന് ജനങ്ങൾക്ക് നൽകിയൊരു വാഗ്ദാനമാണ് നമുക്ക് ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ്റനൻസ് ചെയ്യുക. കാരണം 2 പ്രളയങ്ങളെ അതിജീവിച്ച തൂക്കുപാലാണ് പെരുങ്ങോട്ടൻ തൂക്കുപാല, തീയാങ്കട തൂക്കുപാലം. അത്രയേറെ ജനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ യാത്ര നടത്തുന്നുണ്ട്. കാരണം MSP സ്കൂൾ തൊട്ടടുത്താണ്, മലപ്പുറം മുനിസിപ്പാലിറ്റിയുമായി ഏറ്റവും അടുത്ത് എത്തിക്കുന്ന ഒരു വാഴപ്പഴ. അതോടൊപ്പം തന്നെ പിന്നീട് നമ്മൾ ഒരുപാട് അവിടെ ഒരു കുളിക്കടവ്, നമ്മൾ തീയാങ്കടവിൽ ഒരു കുളിക്കടവ് നമ്മൾ കൊണ്ടുവന്നു. അവിടെ ഒരു കുറച്ച് നീറമ്പാറ റോഡ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അവിടെ ഇന്റർലോക്ക് ഒരു 5 ലക്ഷം രൂപ വെച്ചിട്ടൊരു ഇന്റർലോക്ക് നമ്മൾ ചെയ്തു. പിന്നീട് കിഴക്കേത്തോട് റോഡ് കണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ സൈഡ് കെട്ട് ഏകദേശം 20 ലക്ഷം രൂപക്ക് ആ സൈഡ് കെട്ട് കൊണ്ടുവന്നു. അവിടെ തന്നെ നമ്മളൊരു ആ റോഡിലേക്ക് ആ റോഡിൽ ഒരു 1ാം ഘട്ടത്തിലൊരു 2.5 ലക്ഷം രൂപ വെച്ചിട്ട് ഒരു വർക്ക് കോൺക്രീറ്റ് നടന്നു. ഇനി ഒരു MLA ഫണ്ടിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ട് ഒരു 2 ലക്ഷം രൂപ അതിൻ്റെ എല്ലാ ഇതും പ്രൊസീജിയറും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഉമ്മത്ത് കുറേ റോഡുകൾക്ക്, അതായത് ഒരു അഭിമാനം എന്താണെന്ന് വെച്ചാൽ ആസ്തിയിലുള്ള കൊടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററുള്ള ഉമ്മത്തൂർ വാർഡിൽപ്പെട്ട മിക്കവാറും എല്ലാ റോഡുകൾക്കും ചെറുതെങ്കിൽ ചെറുതായിട്ട് അങ്ങനെയാണ്. അത് നമുക്ക് എല്ലാ കാര്യം ഒരിക്കലും വികസനം ഒരു പൂർത്തീകരണമല്ല, അത് തുടർ പ്രക്രിയകളാണ്. ആ നിലയ്ക്ക് ചെറുതെങ്കിൽ ചെറുതായിട്ടുള്ള ഫണ്ടൊക്കെ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. ആ വാക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. വികസനം എന്നൊരു പൂർത്തീകരണമല്ല, അതൊരു പ്രോസസ്സാണ്. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്ന ഒരു കാര്യം. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നിങ്ങളുടെ പിൻഗാമിയായ കാൻഡിഡേറ്റ് ഉണ്ട്, ഐ തിങ്ക് പേര് പി കെ ആബിദ. ഈ ഒരു കാൻഡിഡേറ്റിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒന്ന്, പാർട്ടി വളരെയധികം ആലോചിച്ചൊരു എടുത്ത തീരുമാനമാണ് ഈ സ്ഥാനാർത്ഥി. കാരണം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്കറിയാം, ഒരു ജനപ്രതിനിധിക്ക് ഒരുപാട് കൊണ്ടു നടക്കുന്നുള്ളൊരു ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ എന്തൊക്കെയുള്ള ഓരോ ജനപ്രതിനിധികൾക്ക് അറിയാവുന്ന. അപ്പൊ അതിനൊക്കെ തരണം ചെയ്യാനുള്ള ഒരു പൊതുവായ ഒരു മാനസികാവസ്ഥ ഉണ്ടായിരിക്കണം എന്നുള്ളത് തന്നെ അത്യന്താപേക്ഷിതമായ ഘട്ടം. കാരണം നമ്മളെ ഒരു ജനം നമ്മളെ ഒരു സ്ഥാനത്ത് കൊണ്ടിരുത്തി കഴിഞ്ഞാൽ അതിനോട് നീതി പുലർത്താൻ കഴിയുക എന്നുള്ള വലിയൊരു സംഗതിയാണ്. അപ്പൊ അതിന് കഴിയുന്ന ഒരു കാൻഡിഡേറ്റാണ് സത്യത്തിൽ ആബിദ എന്നത്. കാരണം അവർ പൊതുപ്രവർത്തന രംഗത്ത് ഉള്ളൊരു വനിത കൂടിയാണ്. മണ്ണൊരുമ കൂട്ടായ്മ, പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട് ജീവകാരുണ്യ മേഖലയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു താല്പര്യത്തെയാണ് നമ്മൾ, ആ ഒരു താല്പര്യത്തിനാണ് നമ്മൾ പാർട്ടി മുൻഗണന കൊടുത്തിട്ട്
നമ്മൾ കാൻഡിഡേറ്റ് ആയിട്ട് തീരുമാനിച്ചു. നമുക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് അവരെ കൊണ്ട് 5 വർഷമല്ല അതിനപ്പുറം സ്വന്തമായിട്ട് വാർഡിനെ പഞ്ചായത്തിനൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളൊരു ബോധ്യം ഉണ്ട്. അതാണ് അതിലേക്ക് നമ്മൾ എത്താനുണ്ടായ കാരണം. വെറുതെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു ഭാഗം കൂടി കൂട്ടുകയാണ്. അപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് ആ സമയത്ത് കുപ്പായിടുന്ന കാൻഡിഡേറ്റുകളുണ്ട്. ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഒരു കാൻഡിഡേറ്റിന് വെക്കുമ്പോൾ കാലങ്ങളായിട്ട് പൊതുപ്രവർത്തനത്തിൽ രംഗത്തിലുള്ള ആളുകളെ വിജയിപ്പിക്കണം എന്നുള്ളതാണ്. കാരണം അവർക്കാണ് സോഷ്യൽ, അതായത് ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രം ഇതിടുന്ന ആളുകൾ, അത് ഇവരെന്നല്ല എല്ലായിടത്തും ഏത് പാർട്ടിയുടേതാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ആ ഒരു സമയത്ത് കുപ്പായിടുന്ന ആൾക്കാരല്ല ജയിപ്പിക്കേണ്ടത്, ശരിക്കും കാലങ്ങളായിട്ട് പൊതുപ്രവർത്തനത്തിലുള്ള ആളുകൾ. അതെൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അവസാനം എന്താണ് പ്രേക്ഷകർ അല്ലെങ്കിൽ നാട്ടിലെ ആളുകളോട് എന്താണ് മുഹമ്മദ് അലിക്ക് പറയാനുള്ളത്? എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് പറയാനുള്ളത്, 5 വർഷം എനിക്ക് തന്ന സമയത്ത് എന്നെ നമ്പറാക്കിയ നിങ്ങൾക്ക് എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് എന്നിലുള്ളത്. ആ ഒരു ആത്മവിശ്വാസമാണ് എൻ്റെ ബലവും. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഇനി ഈ നടക്കുന്ന ഇലക്ഷനിൽ എൻ്റെ പിൻഗാമിയായിട്ട് PK ആബിദയെ നിങ്ങൾ വിജയിപ്പിക്കണം. തീർച്ചയായിട്ടും അവർ വിജയിച്ചു വരുമ്പോൾ അവരുടെ കൂടെ നിന്ന് ചേർത്ത് പ്രവർത്തിക്കാൻ എനിക്കും കഴിയുമെന്നുള്ളതാണ് അതിൽ ഏറ്റവും നല്ലൊരു വശം. കാരണം വികസനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു 2,66,00,000 ഫണ്ട് നമ്മൾ കൊണ്ടുവരുന്നു. അത് ജില്ലാ പഞ്ചായത്തുണ്ട്, പഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, MLA ഉണ്ട്, സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട്. അപ്പോൾ ആ ഫണ്ടുകൾ നേടിയെടുക്കാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ കേവലം ഒരു ഒറ്റ സംവിധാനം കൂടി കഴിയുന്നത് എല്ലാ സംവിധാനങ്ങളും കൂട്ടിപ്പിടിച്ച് യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് വികസനങ്ങൾ കൂടുതൽ ചെയ്യാൻ നമുക്ക് കഴിയുള്ളത്. നമുക്ക് പൂർണ്ണമായ ബോധ്യം തെളിവൊക്കെ നമ്മളെ മുന്നിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ PK ആബിദയെ നിങ്ങൾ വിജയിപ്പിക്കുക. അതിലൂടെ നമ്മുടെ നാടിൻ്റെ, നമ്മുടെ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ തുടരാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുക, ക്ഷേമ പ്രവർത്തനം തുടരാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. ഓക്കെ, ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ തിരക്കുള്ള സമയത്തും ഒരു കുറച്ച് സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ഓക്കെ.